നമസ്കാരം. പ്രധാന വാർത്തകൾ. കരിപ്പൂരിൽ വ്യാജ ബോംബ് ഭീഷണി. ഷാർജയിലേക്കുള്ള വിമാനം വൈകി. കരിപ്പൂർ വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി. ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിനാണ് ഭീഷണി സന്ദേശമടങ്ങിയ കുറിപ്പ് വിമാനത്തിൽ നിന്ന് ലഭിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. CASF വിമാനത്തിൽ പരിശോധന നടത്തി. ഭീഷണി വ്യാജമാണെന്നാണ് നിഗമനം. വിമാനത്തിൽ കുറച്ച് യാത്രക്കാരെ കയറ്റിയ ശേഷമാണ് കുറിപ്പ് ലഭിച്ചത്. വിമാനത്തിന്റെ സീറ്റിനടിയിൽ നിന്നാണ് കുറിപ്പ് ലഭിച്ചത്. ഇതോടെ യാത്രക്കാരെ തിരിച്ചിറക്കുകയായിരുന്നു. ഭീഷണിയെ തുടർന്ന് വിമാനം 5 മണിക്കൂറോളമാണ് വൈകിയത്. റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങാൻ ശ്രമം. സൈനികനെ യുക്രൈൻ വധിച്ചു. റഷ്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങാനൊരുങ്ങിയ സ്വന്തം സൈനികനെ വധിച്ച യുക്രൈൻ സേന. സൈനികനെ വധിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. അവശനായ സൈനികൻ മുടന്തി റഷ്യൻ സൈന്യത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങുന്നതും കീഴടങ്ങാനായി കൈകൾ ഉയർത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഡ്രോണിനെ പിന്തുടർന്നാണ് സൈനികൻ മുന്നോട്ട് നീങ്ങുന്നത്. റഷ്യയുടെ സൈനിക ഡ്രോണാണിതെന്നും സൈനികന് റഷ്യൻ ഭാഗത്തേക്കുള്ള വഴികാട്ടിയായിരുന്നു ഈ ഡ്രോണെന്നുമാണ് റിപ്പോർട്ട്. എന്നാൽ തൊട്ടു പിന്നാലെ സൈനികനെ ലക്ഷ്യമിട്ടെത്തിയ ബോംബ് അയാളുടെ ജീവനെടുക്കുകയായിരുന്നു. ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. സംഘത്തിലുള്ളത് 6 ആനകൾ. പകലും രാത്രിയും കാട്ടാന ശല്യം രൂക്ഷമായതോടെ ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഇടുക്കി പ്ലാക്കടത്തുള്ളവർ. ഒരാഴ്ചയിലധികമായി 6 ആനകൾ അടങ്ങുന്ന സംഘമാണ് പ്ലാക്കടത്ത് ഭീതി പരത്തുന്നത്. പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ വിദൂര ആദിവാസി മേഖലയാണ് പ്ലാക്കത്തളം. 90ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. വനത്താൽ ചുറ്റപ്പെട്ട പ്ലാക്കടത്ത് കഴിഞ്ഞ 5 വർഷമായി കാട്ടാന ശല്യം രൂക്ഷമാണ്. മുൻപ് വല്ലപ്പോഴും 1ഉം 2ഉം ആനകളാണ് എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ വിവിധ കൂട്ടങ്ങളായി വീടുകൾക്ക് സമീപവും കൃഷിയിടങ്ങളിലും എത്തുകയാണ്. ഏക വരുമാന മാർഗമായ കൃഷി ഇല്ലാതാക്കുന്നു. കഴിഞ്ഞ ദിവസവും വിളവെടുക്കാറായ കവുങ്ങും തെങ്ങും നശിപ്പിച്ചു. കുരുമുളകും ഏലവും ഒക്കെ ചവിട്ടിയൊടിച്ചു. രാത്രികാലത്ത് സമീപത്തെ വീടുകളിലേക്ക് അത്യാവശ്യങ്ങൾക്ക് പോലും പോകാൻ കഴിയുന്നില്ല. വേനൽ കടുത്ത സമയത്ത് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതാണ് ആനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് എത്തിയതെന്നായിരുന്നു വനപാലകർ പറഞ്ഞത്. എന്നാൽ മഴ ശക്തമായിട്ടും ഇവ കാട്ടിലേക്ക് മടങ്ങുന്നില്ല. പരാതി വ്യാപകമായപ്പോൾ പീരുമേട് MLA യോഗം വിളിച്ചു. കാട്ടാനകളെ തുരത്തുമെന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച രണ്ടാനച്ഛൻ. കേസിൽ മരണം വരെ കഠിന തടവും 14.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ച രണ്ടാനച്ഛൻ മരണം വരെ കഠിന തടവും 14.5 ലക്ഷം രൂപയും പിഴയും ശിക്ഷ അനുഭവിക്കണം. കുട്ടികളുടെ അമ്മയോട് അടുപ്പം സ്ഥാപിച്ച് ശേഷം രണ്ടാനച്ഛനായി കൂടെ താമസിച്ചിരുന്ന പ്രതി അതിജീവിതകളെ 2 വർഷത്തിലധികം നിരന്തര ലൈംഗിക അക്രമത്തിന് വിധേയമാക്കുകയും നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ചും മരണഭയപ്പെടുത്തിയും അതിക്രമം പ്രവർത്തിച്ചു വരികയായിരുന്നു. അതിജീവിതകളുടെ അമ്മയോടൊപ്പം ഭർത്താവ് എന്ന നിലയിൽ താമസിച്ചു വന്ന ബന്ധുവായ ബിരുകുമാറിനെയാണ് കോടതി കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പ്രതിക്ക് വ്യത്യസ്ത കേസുകളിലായി കഠിന തടവ് ഉൾപ്പെടെ ജീവിതാന്ത്യം വരെ ജയിലിൽ ജീവപര്യന്തം തടവും 14.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. ഇത് പോക്സോ കേസുകളിൽ ഇതുവരെയുള്ള വിധികളിൽ ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് ലഭിച്ചത്. TP വധക്കേസ്. മൊഴി കൊടുത്ത 1200 കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന നടപടി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം ജെയിൻ മാനുവലിന് വിരുദ്ധമാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പരോൾ നൽകിയത് തന്നെ നിയമവിരുദ്ധമാണ്. CPMന്റെ തിരുത്തൽ ഇതാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കേണ്ട. ജയിൽ നിയമം ലംഘിച്ചവർ കൂടിയാണ് പ്രതികളെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് ഇളവ് നൽകുക സാധ്യമല്ല. ഓൾ ഇന്ത്യ സർവീസുള്ള DGP എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഹൈക്കോടതി വിധി ലംഘിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നിയമത്തിന് മുകളിലൂടെ പറക്കാനാണ് സർക്കാർ ശ്രമം. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി മോചിപ്പിക്കാനാണ് ശ്രമം. പ്രതികൾക്കെതിരെ മൊഴി കൊടുത്ത 1200 കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാണിതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.